ഹലോ, മന്നാലിക്കാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പക്രൂൻ്റെ സ്കൂളിലൊരു ബാൻഡിൻ്റെ എന്തൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. പക്രൂൻ്റെ സ്കൂളിലല്ല, തിരൂരാണ്. അപ്പോൾ അവൾക്ക് 7:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് എത്തണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 7:15 7:15 അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് പക്രൂനെ പറഞ്ഞയക്കണം. ഇന്ന് വീട്ടിൽ കുറച്ച് പണിയുണ്ട്, അപ്പോൾ പണിക്കാരുണ്ടാവും. വീട്ടിലല്ല, വീട്ടിൻ്റെ പുറത്ത് പറമ്പിൽ കുറച്ച് പണിയുണ്ട്, അപ്പോൾ പണിക്കാരുണ്ടാവും. അപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പക്രൂൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പക്രൂ റെഡിയാവുന്ന തിരക്കിലാണ്. പുറത്ത് നല്ല വെയിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. വെയിലാണ് ഈ കാണുന്നത്. പറമ്പും പരിസരമൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കണം കേട്ടോ. ഒക്കെ ഒന്ന് അലങ്കോലപ്പെട്ട് കിടക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കുന്നതിനേക്കാൾ മുമ്പായിട്ടൊരു പണിയുണ്ട്. അപ്പോൾ അതിനാണ് ഇന്ന് പണിക്കാരുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. ഇഷ്ടംപോലെ അണ്ണാനുണ്ട് കേട്ടോ അവിടെ. ഇഷ്ടംപോലെ ഒരുപാടുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ഈ വെള്ളമൊക്കെ പോകുന്ന പാത്തിയിൽ അവിടെ എവിടെയോട്ടാണ് കൂട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഫുൾ ടൈം പോകുന്നതാണ്. പരുന്നൊക്കെ പോകുമ്പോൾ കരയുന്നൊക്കെ കേൾക്കാം കേട്ടോ. അപ്പോൾ പണിക്കാർ വന്നിട്ട് ഇതാ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കുറേ കല്ല് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കല്ലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കാന്നുള്ള രീതിയിലാണ് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ മാവിനൊരു തറ പോലെ കെട്ടിക്കൊടുത്താൽ അത് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും, കല്ല് ഇവിടെ നിന്ന് ഒഴിവാവുകയും ചെയ്യുമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നല്ലോണം പാമ്പ് അങ്ങനത്തെ വർഗ്ഗങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്തേക്ക് തന്നെ നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കല്ലൊക്കെ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് പറമ്പിലേക്കൊക്കെ പോകാൻ പേടിയാണ്. അങ്ങനെ പോവാത്തതുകൊണ്ടാണ് അവിടെയൊക്കെ പുല്ലൊക്കെ പിടിച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാവും ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു തറയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണെങ്കിൽ കല്ലൊക്കെ വീണ്ടും ഇറക്കേണ്ടി വന്നിട്ടാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ വേറെ രീതിയിൽ കൂടെയൊക്കെ പോയി. അപ്പോൾ ഇതിനും ഇവിടെ ഒരു തറ പോലെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് പണിക്കാർ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ കുറച്ചുകൂടി കല്ലൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കല്ലും മണ്ണും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത് അതേപോലെ തന്നെ നടക്കില്ല കേട്ടോ. കുറച്ച് മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനുണ്ട്. അപ്പോൾ വഴുതനങ്ങ 1-2 നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാമെന്ന് കരുതി. ഇന്നാണെങ്കിൽ വെജ് ഡേ ആണ്. വെജാണെന്ന് കരുതിയിട്ട് ഒരുപാട് കറികളൊന്നുമില്ല. തൈരുണ്ട്, പിന്നെ ഈ വഴുതനങ്ങ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. പപ്പടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. അപ്പോൾ അതൊക്കെ റെഡിയാക്കാമെന്ന് കരുതി. വഴുതനങ്ങയ്ക്ക് എന്തോ ഒരു കേട് വരുന്നുണ്ട് തോന്നുന്നു. 1-2 എന്തോ കാണുന്നുണ്ട്. നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മണ്ണൊക്കെ മാറ്റി കൊടുത്തപ്പോൾ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം മുൻപ് കുറച്ചധികം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഒന്നാണ് ഇപ്പോൾ ഇന്ന് പൊട്ടിച്ചത്. പിന്നെ ഒരു തൈയാണെങ്കിൽ മൊത്തമായിട്ട് വാടിപ്പോയി. ഇനിയിപ്പോൾ അവിടെയുള്ള പറമ്പ് വൃത്തിയാക്കി കഴിഞ്ഞാൽ വേണം അവിടെയുള്ള മുളകും തൈ അങ്ങനെ കുറേ തൈകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ഞങ്ങളിവിടെ സ്ഥിരം ഒരു പൂച്ച വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന് ചിക്കനും മീനും ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവൻ്റെ അതേപോലുള്ള ഒരാളാണ് ഇവൻ. അവൻ്റെ മകനാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. അവൻ നല്ല തടിയനാണ്, ഇത് ചെറുതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്നലെ മീൻ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഈ തക്കാളിയുടെ കടയിൽ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് മാന്തി കൊണ്ടുപോകാൻ കേട്ടോ ആശാൻ. ഒരു കഷ്ണം കിട്ടിയപ്പോൾ അതെടുത്തിട്ട് ഓടിയിരിക്കുകയാണ് അവിടെ കൊണ്ടുപോയി തിന്നാൻ വേണ്ടിയിട്ട്. വെജാണെങ്കിൽ പപ്പടം ഉണ്ടെങ്കിൽ വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പപ്പടം എന്തായാലും വെജായിരിക്കുന്ന സമയത്തൊക്കെ പപ്പടം എന്തായാലും ഉണ്ടാക്കാറുണ്ട്. നോണാണെങ്കിലും പപ്പടം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ ഈയിടെ വെച്ചിങ്ങനെ ഒഴിവാക്കുന്ന കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ പപ്പടം. മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന നേരത്തൊക്കെ ഒഴിവാക്കുക എന്നുള്ള. വെജാവുമ്പോൾ പിന്നെ വേണം. അല്ലാത്ത സമയത്ത് പപ്പടം ഉണ്ടെങ്കിലും എടുക്കാണ്ടിരിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത്ര നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി കൊണ്ടുപോകുന്ന സാധനമാണ് പപ്പടം. ആദ്യമൊക്കെ നന്നായിട്ട് പപ്പടം കഴിക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. കുറച്ചൊക്കെ ഒരു ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ളതൊന്നും അധികം കഴിക്കരുതെന്ന്.
വഴുതനങ്ങ ഫ്രൈ കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. വീട്ടിലുണ്ടാക്കിയതല്ലേ, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പണി ഇവിടെ തകൃതിയെ നടക്കുന്നുണ്ട്. ഒരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നു, പിന്നെ വൈകിട്ടായി. അപ്പോൾ പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചായയുടെ കൂടെ ഉണ്ണിയപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്ത് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഉണ്ണിയപ്പം ഉള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ അവർക്ക് ചായയും ഉണ്ണിയപ്പം കൂടിയിട്ട് വൈകിട്ട് കൊടുത്തു വിട്ടാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പണി കഴിഞ്ഞിട്ട് പോയത്. ഇവിടെ പറമ്പിൽ എപ്പോഴും പണിക്കാരുള്ളപ്പോൾ രാവിലത്തെ ഉച്ചക്കലത്തെയൊക്കെ ഫുഡ് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ കാര്യം വരുമോ ഇല്ലയെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടും വേറെ കുറേ തിരക്കുള്ളതുകൊണ്ടും ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകിട്ടായപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പൊടിയൊക്കെ കഴുകി ഉണക്കിയെടുത്തിരുന്നു. അപ്പോൾ തൊട്ടടുത്താണ് മില്ല്, ഇതാ കാണുന്നതാണ് മില്ല്. അപ്പോൾ അവിടെ പോയിട്ട് പൊടിച്ചു കൊണ്ടുവന്നു, അരി പച്ചരിയൊക്കെ പൊടിച്ചു കൊണ്ടുവന്നു ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ വൈകിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കല്ലൊക്കെ ഏകദേശം പറമ്പിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ കുറച്ചൊരു വൃത്തിയായിട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കല്ലിൻ്റെ ഇടയിൽ എന്തായാലും പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ധൈര്യമാണ്. ഇനിയിപ്പോൾ കുറച്ച് ടൈലിൻ്റെ പീസൊക്കെ ഇരിക്കുന്നത് വേറൊരു കാര്യത്തിന് മാറ്റി വെച്ചതാണ്, ഇതുവരെ ആ കാര്യം ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ ഇതാ പണി ഇതുവരെയാണ് ആയിട്ടുള്ളത്. പിന്നെ ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റി. കാരണം ഞാൻ ഇന്നലെ കുറച്ച് ചീരത്തൈ ഉണ്ടായിരുന്നത് ഞാനിവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ അവരുടെ പോക്കും വരവൊക്കെ ഇത് കൂടെ ഒന്ന് അർബാനായിട്ട് ഇതിലായിരുന്നു അവർ ഉരുട്ടുമൊക്കെ ചെയ്തിരുന്നപ്പോൾ ഒന്നും അത് ഇന്നലെ നടണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ട്. കാരണം ഇന്നലെ നട്ടേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നാശമായിപ്പോയി. ഇനിയിപ്പോൾ വേറെയൊക്കെ നട്ടുപിടിപ്പിക്കണം, എന്തായാലും ഇവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ അത് എങ്ങനെ നിൽക്കുന്ന ഈ ചെടിയുടെ ഇത് ആ വഴിയിൽ നിന്നൊന്ന് മാറ്റിയിട്ട് പീസാക്കിയിട്ട് വേറെ എവിടെയെങ്കിലും വെച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.